അടുത്ത നിമിഷം ജീവിതം എന്താണ് നമുക്കായി കരുതി വച്ചിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാകില്ല. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നും വിസ്മൃതിയുടെ പടുകുഴിയിൽ വീണുപോകാൻ നിമിഷങ്ങൾ മാത്രം മതിയാകും. ഒരു കാലത്ത് ലോകം പിന്നാലെ നടന്ന താരങ്ങളെ പിന്നീട് എല്ലാവരും മറന്നുപോയേക്കാം. അങ്ങനെയൊരു നടിയാണ് നടി മുബൈദ് ഖാന്റേത്. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള താരങ്ങളിൽ ഒരാളായിരുന്നു മുമൈദ് ഖാൻ. 13-ാം വയസ്സിൽ മുതൽ സിനിമയിലുണ്ടെങ്കിലും 18-ാം വയസ്സിൽ മുന്നാബായ് എംബിബിഎസിലെ 'ദേ ലേ' എന്ന ഡാൻസ് നമ്പറാണ് മുബൈദിന്റെ താരമാക്കിയത്. പിന്നീട് ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും കന്നഡയിലുമെല്ലാം തിരക്കുകളുടെ നാളുകളായി. മുബൈദിന്റെ ഡാൻസ് നമ്പറുണ്ടെങ്കിൽ സിനിമ ഹിറ്റ് എന്നുറപ്പിച്ചിരുന്ന മുബൈദിന്റെ ഡാൻസ് ഇല്ലാത്ത സൂപ്പർതാര ചിത്രങ്ങൾ പൂർത്തിയാകാത്ത കാലമായിരുന്നു അത്. ഐറ്റം ഡാൻസിന് പുറമെ അക്കാലത്ത് സജാരത്തെ ചോദ്യം ചെയ്ത ബോൾഡ് വേഷങ്ങളിലും മുബൈദ് തരംഗമായി മാറി. മുബൈദിന്റെ ജന്മം മുംബൈയിലാണ്. അച്ഛൻ പാകിസ്ഥാനിയും അമ്മ തമിഴ്നാട്ടുകാരിയുമാണ്. കുടുംബത്തിന്റെ ദാരിദ്ര്യമാണ് മുബൈദിനെ സിനിമയിലെത്തിച്ചത്. ഐ ഡ്രീമിന്റെ നൽകിയ അഭിമുഖം അക്കാലത്ത് ഓർത്തെടുക്കുന്നു മുബൈദ്. അച്ഛനും അമ്മയല്ലേ എന്നോട് പണം സമ്പാദിക്കാൻ പറഞ്ഞത്. വളർന്നു വരുമ്പോൾ ഞാനും സഹോദരിയും വീട്ടിൽ പണമില്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. കുട്ടികളായിരിക്കെ തന്നെ സ്കൂളിൽ നിന്ന് 1,50,000 രൂപ ലാഭമുണ്ടാക്കുമായിരുന്നു. അതെന്റെ പിങ്കി ബാഗിൽ സൂക്ഷിച്ചു വെച്ച് അച്ഛന് നൽകുമായിരുന്നു. അങ്ങനെ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ലെന്ന് താരം പറയുന്നു. മുംതാസ് അബ്ദുൾ റാഷിദ് ഖാൻ എന്ന പേരിൽ സിനിമയിലെത്തിയതോടെയാണ് മുബൈദ് ഖാനാക്കിയത്. ഹിന്ദിയിൽ ഹൽചൽ, റൗഡി റത്തോഡ്, ലക്കി തുടങ്ങിയ സിനിമകളിൽ തെന്നിന്ത്യയിലെ പോക്കിരി, കന്ദസാങ്ങി, ഛത്രപതി, ബോയ്ക്കോട്ട്, വേട്ടയാട് വിളയാട്, ബില്ല്, സിരുത്തെ തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. മുബൈദ് ആടിത്തകർത്ത പാട്ടുകൾ ഇന്നും ആരാധകരെ ആവേശം കൊള്ളുന്നതാണ്. പ്രശസ്തിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് മുബൈദ് അപ്രത്യക്ഷമാകുന്നത്. വിവാദങ്ങൾ ഒരുപാട് കണ്ട കരിയറാണെങ്കിലും മുബൈദിന്റെ അസാന്നിധ്യത്തിൽ കാരണം മറ്റൊന്നായിരുന്നു. വീട്ടിൽ വെച്ചുണ്ടായ അപകടം കവർന്നത് മുബൈദിന്റെ 7 വർഷങ്ങളായിരുന്നു. അപകടത്തിൽ തലച്ചോറിലെ നെർവുകൾ തയ്യാറാകുകയും 15 ദിവസം കോമയിലായിരുന്നു മുബൈദ്. ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയതല്ല. എനിക്കൊരു അപകടമുണ്ടായി. തലച്ചോറിലെ 5 നെർവുകൾക്ക് തകരാറായി. ഡോക്ടർ എന്നത് കുറഞ്ഞത് 7 വർഷമെങ്കിലും ജോലിയൊന്നും ചെയ്യരുത് പറഞ്ഞു. എന്തെങ്കിലും എടുത്തുയർത്താൻ പോലും സാധിച്ചിരുന്നില്ല. സീഷറുള്ള മരുന്നുകൾ കഴിച്ചു. അത് കാരണം ഒരുപാട് വണ്ണം കുറഞ്ഞു. ദൈവമാണ് എന്നെ മുബൈദ് ഖാനാക്കിയത്. അദ്ദേഹം തന്നെ അത് ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്തു. ഞാനത് അംഗീകരിക്കുന്നു. ആ 7 വർഷം ഞാൻ എന്നെ പഠിക്കാൻ വിനിയോഗിച്ചു എന്ന് താരം പറയുന്നു. ആ കാലമത്രയും മുബൈദിനെ നോക്കിയത് അമ്മയായിരുന്നു. ഇന്നും താൻ പണം ചെലവഴിക്കേണ്ടി വരുമ്പോൾ അമ്മയെ വിളിച്ച് അനുവാദം ചോദിക്കാറുണ്ടെന്ന് മുബൈദ് പറയുന്നു. പതിയെ ജീവിതത്തിലേക്ക് തിരികെ വന്ന മുബൈദ് ഇപ്പോൾ മേക്കപ്പ് ആൻഡ് ഹെയർ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിവരികയാണ്. ഇതിനിടെ ഡാൻസ് റിയാലിറ്റി ഷോയ്ക്കുമെത്തി. താൻ അഭിനയിച്ചിരുന്ന കാലത്ത് അനുഭവങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ കാരണമായെന്ന് മുബൈദ് പറയുന്നു.